RJDക്ക് കിട്ടിയ വോട്ടിംഗ് ശതമാനവും BJP കിട്ടിയ വോട്ടിംഗ് ശതമാനം. RJDക്ക് 23%, BJPക്ക് ഏതാണ്ട് 21%-നടുത്തും വോട്ടാണ് ലഭിച്ചത്. BJPക്ക് എങ്ങനെ 89 സീറ്റ് കിട്ടി, RJDക്ക് എന്തുകൊണ്ട് 25 സീറ്റായി എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിന് സിമ്പിൾ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് BJPയേക്കാൾ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചത് RJD ആണ്. RJD 143 സീറ്റുകളിലാണ് മത്സരിച്ചത്. BJP വെറും 101 സീറ്റുകളിലാണ് ഇത്തവണ മത്സരിച്ചത്. 42 സീറ്റുകൾ കൂടുതൽ RJD മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം സീറ്റുകളിലെല്ലാം RJD നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും RJD 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാം ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്ത് വോട്ടായി മാറുന്നതാണ്. അതാണ് ഈ 2.92% ഡിഫറൻസ്. അല്ലാതെ അത് മറ്റ് പ്രശ്നങ്ങളൊന്നുമല്ല. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്ക് തന്നെയാണ്. കാരണം RJDയെ സംബന്ധിച്ച് അവർ വോട്ട് പിടിച്ചിട്ടുണ്ട്, പക്ഷെ അത് കൺവേർട്ട് ചെയ്ത് വിജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതായത് സ്ട്രാറ്റജിക്കലി വിജയിക്കാൻ സാധിച്ചില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് പോലെയുള്ള സഖ്യകക്ഷികളുമായി മത്സരിച്ചതാണ്. കാരണം ഇത്തരം വീക്ക് സഖ്യകക്ഷികളെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? BJPയെ സംബന്ധിച്ച് അങ്ങനെയല്ല. BJPക്കൊപ്പം JDU ഉണ്ട്, സ്ട്രോങ് വോട്ട് ബാങ്ക് ഉള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതുകൂടാതെ LJP ഉണ്ട്, ചിരാഗ് പാസ്വാന്റെ. അവരൊരു 6% എഡീഷണൽ വോട്ട് നേടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ RLM ഉണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലയൻസ് ആണ് BJPക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു വിജയം, തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയത്. അപ്പം സ്വന്തം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാതെ, അതിനെക്കുറിച്ച് പഠിക്കാതെ വെറുതെ വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ നിന്നിട്ട് ഒരു കാര്യവുമില്ല. കൃത്യമായിട്ട് പണിയെടുക്കുകയാണ് വേണ്ട. അതിന് കോൺഗ്രസും മറ്റു പാർട്ടികളും, അതായത് ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത.